ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. മുറ്റത്തുനിന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് നമ്മുടെ കരിമ്പ് ഒന്ന് കട്ട് ചെയ്യാനായിട്ടുണ്ട്. അത് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത് കേട്ടോ. ഇതാണ് നമ്മുടെ കരിമ്പിന്റെ തണ്ടുകൾ. ഈ ഒരു തണ്ട് വേനൽക്കാലത്ത് നമ്മുടെ ഏരിയയിലൊക്കെ റോഡിന്റെ സൈഡിൽ ഒത്തിരി കരിമ്പ് ജ്യൂസിന്റെ കട ഉണ്ടാവലുണ്ട് കേട്ടോ. ഞാനും കാക്കും കൂടെ അത് കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് കരിമ്പ് ജ്യൂസ് വാങ്ങിയിട്ടുണ്ട് ഒരുപാട് സമയം. അതിന്റെ കൂടെ തന്നെ കരിമ്പിന്റെ പീസും വാങ്ങി കഴിക്കലുണ്ട് കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമാണ്. കാരണം 7ാം ക്ലാസ്സിൽ 6ൽ 7ലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിലെ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് എല്ലാവരും വാങ്ങി കഴിക്കും. അതിന്റെ കൂടെ തന്നെ ഞങ്ങളും വാങ്ങിക്കണം. 1 രൂപ 50 പൈസ 2 രൂപ ഒക്കെ ആയിരുന്നു ചെറിയ ഒരു പീസ് കരിമ്പിന് അന്ന് ഉണ്ടായിരുന്നത്. ഒരു ബ്ലാക്ക് കളറില്ല ശർക്കര കരിമ്പാണെന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ കൊണ്ടുവരും, സൈക്കിളിലൊക്കെ ആക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. നമ്മുടെ സ്കൂളിന്റെ സൈഡിലൊക്കെ നിർത്തിയിട്ട് അവരങ്ങനെ കച്ചവടം ചെയ്യായിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു ഓർമ്മയൊക്കെയാണ് നമ്മളിങ്ങനെ കരിമ്പൊക്കെ വെട്ടി കഴിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത്. എന്റെ ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഞാനിവിടെ വീട്ടിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് വിളമ ചെയ്ത് കൊടുക്കൊന്നും വേണ്ടാത്ത, നമ്മൾ റിസ്ക് എടുത്ത് വളർത്തൊന്നും വേണ്ടാത്ത ഒരു ഐറ്റം തന്നെയാണ് ഈ കരിമ്പ്. ഒരു വർഷത്തിന്റെ മുകളിൽ 1 വർഷം 2 മാസമൊക്കെ ആയിട്ടുണ്ടാവും നമുക്ക് കരിമ്പ് നമ്മൾ നട്ടിട്ട്. ഞാനേ വീട്ടിലും ഉമ്മാൻ്റെ അടുത്ത് പോയ സമയത്ത് തൊട്ടയൽവക്കത്തുള്ള വീട്ടിൽ നിന്ന് നമുക്ക് 2 കഷ്ണം കരിമ്പ് തന്നിട്ടുണ്ടായിരുന്നു. 2 കഷ്ണം എന്ന് പറഞ്ഞാല് 2 വലിയ തണ്ടനെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങള് മക്കളൊക്കെ അത് ഷെയർ ചെയ്തെടുത്തു. ഞാനും താത്തമാരൊക്കെ കൊണ്ടുപോയി ഷെയർ ചെയ്തെടുത്തു. അപ്പൊ എനിക്ക് കിട്ടിയ 2 പീസില് ഏറ്റവും താഴെ ഭാഗത്തുള്ള 2 പീസാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിലൊരു ഒരു പീസ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടതായിരുന്നു കേട്ടോ. ഒരു പ്രാവശ്യം അത് കോഴി ചെനക്കി കളഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വീണ്ടും ഞാനത് നട്ട് വെച്ചിട്ട് ഉണ്ടായതാണ്. അപ്പൊ അതില് ഒരുപാട് കമ്പുകൾ ഉണ്ടായിട്ടുണ്ട്, എക്സ്ട്രാ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും മൂത്തിട്ടില്ല. ഒരു കമ്പ് മാത്രം നീളത്തിൽ പോവുകയും ചെയ്തിട്ടുണ്ട്. അതിപ്പോ കട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ ഇനി ഒരുപാട് വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളില്, പുറത്തൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഉള്ളില് ഉറുമ്പ് തിന്നും, ചെതല് കയറുന്ന് ഞാന് അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കേട്ടോ. അപ്പൊ ഏട്ടൻ ഇന്നലെ മെസ്സേജ് വിട്ട് ചോദിച്ചപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തോണ്ടോ, അല്ലെങ്കിൽ കരിമ്പിന്റെ മധുരം കൊണ്ട് മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ ഉറുമ്പൊക്കെ തിന്നുന്നുള്ളത്. അപ്പൊ അതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയില്ല. ഇപ്പൊ അതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ കരിമ്പിന്റെ തണ്ടുകൾ. ഈ ഒരു തണ്ട് അത് കൂടെ പോയ ആ ഒരു തണ്ട് മാത്രമാണ് മൂത്തിട്ടുള്ളത്. അതെ, വെയിലില്ലാത്തതുകൊണ്ട് അങ്ങേ അറ്റം വരെ പോയതാണ്. കാരണം എന്താണോ, ഇവിടെ ഒരു വാഴ ഉണ്ടായിരുന്നു. ആ വാഴന്റെ ഇല കൊണ്ട് മറിഞ്ഞിട്ട് ഇതിന്റെ അടുത്തേക്ക് വെയിലേ തട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ആ സമയത്താണ് ആ ഒരു കൊമ്പ് അങ്ങോട്ട് നീണ്ടു പോയിട്ടുണ്ടായിരുന്നത്. അതാണ് ഇപ്പൊ മൂത്തിട്ടുള്ളത്. അപ്പൊ അത് ഇവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഈ വേരൊക്കെ ഉള്ള കമ്പുകളില്ലേ, ഇതൊക്കെ നമുക്ക് വീണ്ടും നട്ടു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതുമല്ല ഈ ഉണങ്ങിയ ലീഫുകളൊക്കെ ഞാനൊന്ന് പറിച്ചിട്ട് ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ആള് മൂത്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് കേട്ടോ. കാരണം നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ പുതിയ കമ്പുകൾ മുളച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് വീണ്ടും നട്ടുകൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തിന്റെ ഒരു ഏരിയയിൽ കോർണറിലൊക്കെ ആയിട്ട് കരിമ്പൊക്കെ ഇങ്ങനെ കിട്ടുന്നതുണ്ടെങ്കിൽ, വേരോട് കൂടി കിട്ടുന്നുണ്ടെങ്കിൽ കുഴിച്ചിട്ട് കൊടുക്കാം കേട്ടോ, നട്ടു കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിന് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പറ്റിയ മണ്ണ് ഇല്ലാണ്ടാവരുത്. നല്ലോണം അടിഭാഗത്ത് കുറച്ച് മണ്ണൊക്കെ ഇച്ചിരി കൂന കൂട്ടിയിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം എന്താണോ, ഒത്തിരി തൈകൾ ഇതിന്റെ ചുറ്റും ഉണ്ടായിട്ട് വരും. പുതിയത് ഉണ്ടായിട്ട് വരുമ്പോൾ അതിന് മണ്ണ് തീരെ ഉണ്ടാവാത്ത പോലെ ആവും. അപ്പൊ അത് പെട്ടെന്ന് കിളിർക്കാതെ ഉണ്ടാവും കേട്ടോ. കാരണം ഇവിടുത്തേത് അങ്ങനെ മണ്ണില്ലാണ്ടായിട്ട് ഒരുപാട് മെച്ചപ്പെടാതെ എന്ന് പറഞ്ഞാൽ വളർന്നു വരാൻ ഒരുപാട് താമസം എടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റത്തേത്. പിന്നെ ഞാൻ മണ്ണും കരിയിലെ ഇങ്ങനെ താഴെ വീഴുന്ന നമ്മുടെ പേരക്കയുടെ പ്ലാവിൻ്റെ ഒക്കെ ഇല ഇട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഇത് നല്ലതുപോലെ ചുറ്റിന് ഒരുപാട് കമ്പുകൾ ഉണ്ടായിട്ട് വന്നിട്ടുള്ളത്. അതാണ് ഇത് ഒരുമിച്ച് എല്ലാ കമ്പും മൂത്ത് വരാണ്ടിരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഹിസ് ലൈഫ്.